മോത്തി നേരത്തെ നമ്മൾ കണ്ടു അക്ഷയ അവിടെ കുട്ടികളുമായിട്ട് മറ്റേ എന്താ ഓർക്കസ്ട്ര ടീമും വൃന്ദവാദ്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് കയറി കളി. അവിടുന്ന് നേരെ മുങ്ങി ഇപ്പൊ നേരെ ഊട്ടുപുരയിൽ എത്തിയിട്ടുണ്ട്. അതെ, പുത്തുക്കണ്ടം ഊട്ടുപുരയിലാണ് ഇപ്പൊ നമ്മുടെ അക്ഷയ നിൽക്കുന്നത്. അക്ഷയ ഭക്ഷണവും കഴിക്കാം, അവിടുത്തെ വിശേഷങ്ങളും അറിയാം. എന്തായാലും അക്ഷയയിലേക്കൊന്ന് പോവാം. അക്ഷയയുടെ ഒപ്പം കുറെ കൂട്ടുകാരുണ്ട്. അവിടെ പാചകകലയാണ് നടക്കുന്നതെങ്കിലും അക്ഷയ ആയതുകൊണ്ട് സംഗതിയൊക്കെ ഒന്ന് മാറ്റിവിടും എന്ന് തോന്നുന്നു. അക്ഷയ, നമ്മൾ കലോത്സവത്തിന്റെ ഒരുപാട് കാഴ്ചകൾ കണ്ടു, പാട്ടുകാരെ കണ്ടു, ഡാൻസുകാരൊക്കെ കണ്ടു. അതിനിടയിൽ ഈ പഴയടത്തിന്റെ ഫുഡും വലിയ പ്രമാദമാണ്. ഇവിടെ ഫുഡിന്റെ രുചിയെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളുകളുണ്ട്. ഈ ഭക്ഷണം ഇത്രയും പേർക്ക് 10,000-40,000 പേർക്കാണ് ആദ്യ ദിവസം ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ ആദരിക്കാൻ പോവാണ്. എനിക്കൊപ്പം ഉള്ളത് ഏത് സ്കൂളാണ് മക്കളെ? പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഇവർ നാടൻ പാട്ട് പാടാൻ വന്നതാണ്. പക്ഷെ നാടൻ പാട്ട് പാടുന്നതിന് മുമ്പ് നമ്മൾ അവരെ കണ്ട് സ്നേഹം അറിയിക്കും അല്ലേ? റെഡി അല്ലേ? ഓക്കെ, തുടങ്ങിക്കോ. അവിടെ നിന്ന് ചേച്ചിമാര് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. വായോ. അവരെ ഈ കുട്ടികൾക്കല്ലേ കലോത്സവത്തിന്റെ ആകെ സ്നേഹം അവരെ അറിയിക്കാൻ പോവാണ്. ചേച്ചിമാരൊക്കെ അവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. റെഡിയല്ലേ? തുടങ്ങിക്കോ. റെഡി റെഡി റെഡി. ഇവര് കൂടി നമുക്ക് വേണ്ടി ഒപ്പം പാടുകയാണ്. നിങ്ങളെല്ലാം റെഡി അല്ലേ? നിങ്ങളെ സ്നേഹം അറിയിക്കാൻ ഇവര് വന്നെ. അപ്പൊ ഇവരെ നമ്മള് സ്നേഹം അറിയിക്കണ്ടേ? കണ്ണൂർക്കാരാണ്, പാനൂരാര്, അപ്പൊ കായംകുളത്തിന്റെ ചേച്ചി എവിടെയാ? കായംകുളത്ത് തന്നെ. എല്ലാരും കായംകുളാണോ? അപ്പൊ കായംകുളത്തിന്റെ സ്നേഹം കണ്ണൂരിനെ തിരിച്ചറിയിക്കും ചെയ്യും. അപ്പൊ ചേട്ടനും കൂടും. ചേട്ടാ വായോ. ജയൻ ചേട്ടാ, ജയൻ ചേട്ടൻ വായോ. ഇവിടെ ജയൻ ചേട്ടനും ചേച്ചിമാരൊക്കെ. പേരും ചേച്ചി? അതുവരെ നിങ്ങൾ ബോറടിപ്പിക്കാണ്ടിരിക്കുക. ഒരു പാട്ട് പാടുവോ? നേരത്തെ നീ പറഞ്ഞ പാട്ട് പറഞ്ഞല്ലോ. ജയൻ ചേട്ടൻ വരുന്നവരെ. ജയൻ ചേട്ടനും ടീം വരാൻ പോവാണ്. വായോ. ഇഷ്ടമുള്ളൊരു പാട്ട് അയലവർത്തമുണ്ട്, അത് നിങ്ങൾ ഒരുമിച്ച് പാടാണ്. നീ വായോ. നിങ്ങളെല്ലാവരും ഒപ്പം കൂടൂലേ? റെഡിയല്ലേ? ഓക്കെ. ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ? അടിപൊളി പാട്ട്. ഈ പാട്ടൊന്ന് പാടാം. ഈ പാട്ട് നല്ല പാടാം. തുടങ്ങാം നിങ്ങൾ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല ചെമീൻ കറിയുണ്ട്, ഉടമ്പുളിയിട്ട് വെച്ച നല്ല ചെമീൻ കറിയുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഉടമ്പുളിയിട്ട് വെച്ച നല്ല ചെമീൻ കറിയുണ്ട്. ആ കൂടെ ഞങ്ങളുടെ സാമ്പാറുണ്ട്. അടിപൊളി, താങ്ക് യു. ജയൻ ചേട്ടൻ എന്തൊക്കെ പണി ഇവിടെ? ജയൻ ചേട്ടൻ ഏതാ ജയൻ ചേട്ടൻ? ജയൻ ചേട്ടൻ ഇവിടെ കുറെ ഫാൻസ് ഉണ്ടല്ലോ. അറിയില്ല. എവിടെ ജയൻ ചേട്ടൻ? എവിടെയാ? ഞാനും തിരുമേട് നാട്ടുകാരൻ തന്നെയാണ്. ഒരു 2001 മുതൽ തിരുമേട് കൂടെയുണ്ട്. ഇത്തവണ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എന്താ അഭിപ്രായമൊക്കെ തിരുവനന്തപുരക്കാരുടെ? നല്ല അഭിപ്രായമാണ്. അപ്പോൾ ദിവസം വെറൈറ്റികൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പായസമായിട്ടാണെങ്കിലും പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഫുഡുകൾ. നിങ്ങൾക്കൊക്കെ എന്താ ഒരു സങ്കടം? പാട്ടിന്ന് മാറി നിൽക്കുന്നത് എന്താ? പാട്ട് പാടുവാരേലും ഇല്ല. സുമച്ചേച്ചി എന്തോ പാട്ട് പാടുന്നു പറഞ്ഞു. സുമച്ചേച്ചി പാട്ട് പാടുന്നു. അത് കുഴപ്പമില്ല, നല്ല ശബ്ദ. പഠിക്കോ, തുടങ്ങിക്കോ. ഇഷ്ടമുള്ളൊരു പാട്ട്. സുമച്ചേച്ചിയാണ് ഇവിടെ. അവിടെ ജയൻ ചേട്ടൻ, ഇവിടെ സുമച്ചേച്ചി എന്ന് പറയുന്നേ. സുമച്ചേച്ചി പാടുവോ?
എന്നാ പാടിക്കോ. ആ പാടിക്കോ, അത് പ്രശ്നമൊന്നുമില്ല, നല്ല ശബ്ദ. ഓ പാടിക്കോ പാടിക്കോ, റെഡി. പിന്നെ പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, മായൊഴുകാൻ അനുകാനിതുവഴിയും പൂമാനമേ ഒരു രാഗമേഘം താ. ഞാൻ പനിയായതുകൊണ്ട് പനിയായതുകൊണ്ടാണ്, എന്നാലും പക്ഷെ അടിപൊളിയാണ്. താങ്ക് യു. ഇന്നെന്താ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താ? നിങ്ങൾ എന്തിനാ വേണ്ടിയാ? ഇതെന്താ? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഉണ്ട്. എന്നാ ഉച്ചയ്ക്ക് എന്തായാലും ഇഞ്ചിക്കറി ഉണ്ട്. ക്ലീനിങ് സ്റ്റാഫ് ആണല്ലേ? മാറി നിൽക്കുന്നത് എന്താ? നിങ്ങൾ അടുത്ത് വായോ. പാട്ട് കേട്ട് ശബ്ദമല്ല, ശബ്ദമുള്ള പാട്ട് ചേച്ചിക്കുണ്ടോ? ഒരു ക്രിസ്ത്യൻ പാട്ട് ഒരു പാടിക്കോ പാടിക്കോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ശരി, ഓക്കെ ചേച്ചി, താങ്ക് യു. അങ്ങനെ ഇതാ ഇവിടെ നമുക്ക് കുറെ ഇളക്കുന്ന ചേട്ടന്മാരെ കാണാം, ഓരോന്ന് മുറിച്ചിടുന്ന ചേട്ടന്മാരെ കാണാം. ഇവരിവിടെ അടിപൊളിയായിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ചേട്ടാ? ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? ഇന്ന് സ്പെഷ്യൽ നമ്മുടെ സാമ്പാർ റെഡിയിലുള്ള സാധനം തന്നെയാണ്. അവിയലുണ്ട്, കിച്ചടിയുണ്ട്, ഓലനുണ്ട്, കുമ്പളങ്ങ പായസമാണ് സ്പെഷ്യലായിട്ടുള്ള. സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അക്ഷയ അങ്ങനെ ഓരോരുത്തരെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയ മുഴുവൻ നടന്നു. നമ്മൾ ഈ വേദികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോ അവിടെ ഇഞ്ചിയോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.